Hi guys, welcome back to my YouTube channel and welcome to my ആറ്റുകാൽ പൊങ്കാല വ്ളോഗ്. ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണെങ്കിലും ഇന്നത്തെ ദിവസം വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. കുറേ ആചാരങ്ങൾ, കുറേ ചരിത്രം, കുറേ കൾച്ചർ ഇതൊക്കെ അറിയാൻ പറ്റിയ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഞങ്ങൾക്കത്. നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാനൊന്നും നിൽക്കാണ്ട് നല്ലോണം ഫ്രഷ് ആയിട്ട് നമ്മൾ ഒരു 5-5:30 ആയപ്പോഴേക്കും ഈ ഒരു ക്ഷേത്ര പരിസരത്തോട്ട് യാത്ര തിരിച്ചു കേട്ടോ. പക്ഷെ അതിൻ്റെ അടുത്തോട്ടൊന്നും വണ്ടി കയറ്റി വിടാത്തതുകൊണ്ട് ഒരു 4 കിലോമീറ്ററേ അപ്പുറം വണ്ടി വെച്ച് നമ്മൾ അത്രയും ദൂരം നടന്നാണ് പോയത്. ആ നടന്ന വഴികളിലുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഉത്സവത്തിനായിട്ട് ഒരു നഗരം മൊത്തം ഒരുങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിൽ നിന്ന് വരുന്ന എനിക്ക് ഉത്സവത്തിന് വേണ്ടി നഗരം ഒരുങ്ങുന്ന കാഴ്ച അത്ര പുത്തരിയൊന്നുമല്ല. പക്ഷെ ഇത് എനിക്കൊരു വേറിട്ട അനുഭവം തന്നെയാണ്. ഇതെന്താ? ഓക്കെ, അതിന്റെ പേരെന്തായിരുന്നു? മണ്ടപ്പുറ്റ്. ഇതെല്ലാം ഒരേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കുന്നത്? അതിനകത്ത് അത് ചെറുപയർ പൊടി. ഇതിനകത്ത് തേങ്ങ, പഴം, ഏലക്ക, ശർക്കര. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളുടെ ഏറ്റവും വലിയ ഉത്സവം എന്നാണ് ആറ്റുകാൽ പൊങ്കാല അറിയപ്പെടുന്നത്. ആ ഒരു പേരിൽ തന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ ഒരു ഉത്സവം കൂടിയാണ് നമ്മുടെ ഈ പൊങ്കാല. അല്ല, ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറിയതിന് അത്ഭുതമൊന്നും പറയാനില്ല. അതേപോലെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. കേരളത്തിൽ നിന്ന് മാത്രമല്ല കേട്ടോ, കേരളത്തിൽ നിന്നും പുറത്തുനിന്നും ഒരുപാട് സ്ത്രീകൾ വന്ന് ഇവിടെ പൊങ്കാല ഇടുന്നുണ്ട്. ഈ ക്ഷേത്ര പരിസരത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നതല്ല കേട്ടോ ഈ ഉത്സവം. ഈ ജില്ലയുടെ നാനാ ഭാഗങ്ങളിലായിട്ട് സ്ത്രീകൾ ഒരുമിച്ച് കൂടി ഈ പൊങ്കാല ഇടുന്നുണ്ട്. പല അമ്പലങ്ങളുടെ പറമ്പിൽ അല്ലെങ്കിൽ ഓരോ സൊസൈറ്റീസിൽ എല്ലാം സ്ത്രീകൾ ഒരുമിച്ച് കൂടി പൊങ്കാല ഇടുന്നുണ്ട്. നമ്മൾ വരുമ്പം മൊത്തം കാണാം, ഹൈവേയുടെ സൈഡിലൊക്കെ വണ്ടികൾ പോവാനായിട്ട് ഇപ്പം അനുവാദമില്ലാണ്ട് റോഡുകളിലിരുന്നിട്ടും പൊങ്കാല ഇടുന്നതായിട്ട് നമ്മൾ കണ്ടു വരുന്ന വഴിക്ക്. സാധാരണ നമ്മൾ ഉത്സവങ്ങൾ കാണുക ഒരു അമ്പലത്തിന് ചുറ്റുമുള്ള പരിസരം അല്ലെങ്കിൽ ഒരു സിറ്റി അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പേരെടുത്ത് പറയുന്ന ഒരു സ്ഥലം, അവിടെയാണ് ആ ആഘോഷങ്ങൾ നിലനിൽക്കുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഞാൻ കണ്ടത് തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു ജില്ല, ആ ഒരു വലിയ ജില്ല മൊത്തം അന്ന് ഉത്സവപ്പറമ്പായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ വണ്ടികൾക്ക് പ്രവേശനമില്ല, അവിടെ വേറൊന്നൊന്നുമില്ല, അന്ന് പൊങ്കാല മാത്രമേ ഉള്ളൂ. എല്ലാ വഴികളും സ്ഥലങ്ങളും കച്ചവടക്കാരാൽ നിറഞ്ഞിരിക്കുകയാണ്. പോരാത്തതിന് കുറേ സ്ഥലങ്ങളിൽ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ നീണ്ട നീണ്ട ക്യൂകളും നമുക്ക് കാണാം. പിന്നെ എങ്ങ് നോക്കിയാലും നിറയെ തിരക്കും തിക്കും ഒക്കെ ആയിട്ട് ആൾക്കാരാണ്. തൊഴാൻ പോകുന്നവരും തൊഴുത് വരുന്നവരും പൊങ്കാലിടുന്നതിൻ്റെ തിരക്കിൽ ഓടുന്നവരും അങ്ങനെ കുറേ പേര്. സ്ത്രീകളുടെ ഉത്സവമാണെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ പുരുഷന്മാരെയും കാണാം കേട്ടോ. ഈ സ്ത്രീകൾക്ക് എല്ലാ സഹായവും സപ്പോർട്ടും ഒക്കെ ആയിട്ട് അവിടെ കുറേ ചേട്ടന്മാർ നിൽക്കുന്നുണ്ട്. വർഷങ്ങളായി സ്ഥിരമായിട്ട് പൊങ്കാല ഇടുന്ന കുറേ പേര് ഇവിടെ ഉണ്ട് കേട്ടോ. കുറേ പ്രായമായവരും ചെറിയ മക്കളും എല്ലാവരും. ഒത്തിരി പ്രായമാവും വരാൻ പറ്റും ഇവിടെ വന്ന് പൊങ്കാല ഇടണമെന്നാണ് ആഗ്രഹം. കാരണം അമ്മയുടെ അടുത്തല്ലേ ഇവിടെ, അപ്പോൾ ചെയ്യാൻ. എത്ര വർഷം കൊണ്ട് പൊങ്കാല ഇടുന്നുണ്ട്? ഞാനൊരു 18 വയസ്സ് തൊട്ട് തുടങ്ങി. ഇപ്പോൾ ഒരു പൊങ്കാല വരണില്ല, ഒരു 12 വയസ്സ് വരെ അമ്മയുടെ കൂട്ടത്തിൽ വന്നിട്ട് ഇതുവരെ അങ്ങനെ ഒന്നും മടങ്ങിയിട്ടില്ല. കാരണം വരാൻ പറ്റിയില്ലെങ്കിൽ ആ നേരത്തെ നമുക്ക് വരാൻ പറ്റാത്തത് വരെയല്ല, അത് നേരത്തെ ആയിരിക്കും. അപ്പോഴും നമുക്ക് വരാൻ പറ്റി. അങ്ങനെ ഇന്ന് വരെ മടങ്ങിയിട്ടില്ല. പിന്നെ മക്കളെ പ്രസവിച്ചാണെങ്കിൽ ആ സമയം മാത്രമുണ്ട്. ഇന്നലെ പിള്ളേരെ ഒരു 4-5 വയസ്സ് വരെ വന്നില്ല. പിന്നെ എത്ര ദിവസം മുന്നേ ഇങ്ങനെ സ്ഥലം പിടിക്കും? ഞങ്ങൾ ഇന്നലെ വന്നത്, ഇന്നലെ രാത്രിയാണ്. ഇന്നലെ രാത്രിയൊക്കെ വന്ന് ഇങ്ങനെ പെട്ടെന്ന് സ്ഥലം കിട്ടുമോ? സ്ഥലം കിട്ടൂല, എല്ലാം നിറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ഒരടുപ്പ് കിട്ടാൻ വേണ്ടി. എന്താ പേര്? എന്റെ പേര് രമണി മോളെ. ഇവിടെ തന്നെ വീട്? വീട് ശാസ്ത്രമംഗലത്ത്. സൂര്യ ടി വിയില് പണ്ട് അതിന്റെ അടുത്താണ്. ശരി, താങ്ക് യു.
ഒരുപാട് നേരത്തെ വന്നതുകൊണ്ട് തന്നെ കുറേ സ്ത്രീകളെ പരിചയപ്പെടാനും അവരുടെ കഥകൾ കേൾക്കാനൊക്കെ നമുക്ക് പറ്റിയിട്ടോ. പിന്നെ ഈ വഴിയരികിൽ കണ്ട ഒരു കൗതുകമായിരുന്നു ഈ ഒരു തത്തമ്മയെ കൊണ്ട് കാർഡെടുപ്പിച്ചിട്ട് ഭാവിയൊക്കെ പറയുന്ന ഒരു സംഭവം. കുറച്ച് കോമഡി ആയിരുന്നു കേട്ടോ. ഈ കണ്ട ആൾക്കാരെ മൊത്തം കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവിടെ കുറേ പോലീസുകാരുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഒട്ടും ഭയങ്കര എനിക്ക് പോലെ വാക്കുകൾക്ക് അതീതാണെന്നാണ് അവൾ ഉദ്ദേശിച്ചത്. ഞാനൊരു തിരുവനന്തപുരംകാരിയായിട്ടും ആദ്യമായിട്ടാണ് വളരെ കുഞ്ഞിലേക്ക് കണ്ടിട്ടുണ്ട്. ലൈക്ക് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ നിൽക്കുമ്പം അവിടുത്തെ ആൾക്കാരിരുന്നത് അല്ല ലൈവായിട്ട് ആറ്റുകാൽ ടെമ്പിളിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു കാണാനായിട്ട്. ചുളിവിൽ കിട്ടിയ ഒരു VIP പാസ് കൊണ്ട് നമുക്ക് ക്ഷേത്ര ദർശനം ചെയ്യാൻ പറ്റി കേട്ടോ. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ നോക്കുമ്പം നിറയെ ക്യാമറകളും കുറേ മൈക്കുകളൊക്കെ പിടിച്ചിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ കണ്ടു. കുറേ ചാനലുകളിൽ നിന്ന് ഈ ദൃശ്യങ്ങളൊക്കെ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് നോമ്പ് നോറ്റും പ്രാർത്ഥിച്ചും ഒക്കെയാണ് ഇവർ ദേവിക്ക് വേണ്ടിയുള്ള ഈ നിവേദ്യം, അതായത് ഈ പൊങ്കാല ഇവിടെ ഇടുന്നത് കേട്ടോ. അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം പൊരിഞ്ഞ വെയിലത്ത് ഇത്രയും അടുപ്പുകൾ കൂടെ ഒരുമിച്ച് എത്തുമ്പോഴുള്ളൊരു ചൂടും പുകയൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇവരോട് എല്ലാവരോടും ഷെയർ ചെയ്യണമെന്ന് തോന്നുന്ന ഒരു കാഴ്ച ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊരു മുതിർന്ന സ്ത്രീ, അതായത് ഒരു അമ്മൂമ്മ അവിടെ കരഞ്ഞു നിൽക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആൾ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയിട്ട് തിരിച്ചു വന്നപ്പം ആൾ അവിടെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്ന പൊങ്കാലയ്ക്ക് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്ന അടുപ്പും ആളുടെ പാത്രങ്ങളും ഒക്കെ കാണാണ്ട് പോയി. അതറിഞ്ഞ ഇവിടുത്തെ കുറച്ച് ചേച്ചിമാർ എല്ലാവരും ഭയങ്കര വില്ലിങ്ങായി വന്നിട്ട് ആൾക്ക് പൊങ്കാല ഇടാൻ വേണ്ട എല്ലാ സാധനങ്ങളും ഒരുക്കി കൊടുത്ത് ആൾക്കൊന്നും അവിടെ ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ വിതുമ്പി കരഞ്ഞു വെക്കുമായിരുന്നു. പക്ഷെ എല്ലാവരും സെറ്റാക്കി കൊടുത്ത് പൊങ്കാല ഇടാൻ പാകത്തിനാക്കി കൊടുത്തായിരുന്നു. അത് ഒരു അടിപൊളി ദൃശ്യമായിരുന്നു, ആ ഒരു കൂട്ടായ്മയുടെയും ആ സ്നേഹത്തിൻ്റെയും ഒക്കെ. പൊങ്കാലയ്ക്ക് തീ കൊടുക്കാനായിട്ട് അമ്പലത്തിൽ നിന്ന് കൈമാറി വരുന്ന ആ ഒരു ചൂട്ട വെച്ചിട്ടാണ് ഇവർ അടുപ്പ് കത്തിക്കുക. അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഹസ്ബൻഡിനെ കാണാൻ പറ്റിയത് വളരെ സന്തോഷം. ഞാൻ ഐക്കോ റെക്കോർഡ് എന്ന് പറയുന്ന ചാനൽ ചെയ്തിട്ട് പിന്നെ യാത്രകളൊക്കെ ചെയ്ത് ഇടുന്നു. അപ്പോൾ അവിചാരിതമായിട്ടാണ് കണ്ടത്. ഒത്തിരി സന്തോഷം. താങ്ക് യു. അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വലിയ ആൾക്കൂട്ടം, കുറേ ക്യാമറകളൊക്കെ ഒരു സ്ഥലത്തോട്ട് മാത്രം തിരിച്ചു വെച്ചിരിക്കണു. കാര്യം എന്താണെന്ന് നോക്കിയപ്പോഴല്ലേ നമ്മുടെ പൊങ്കാലയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ചിപ്പിയാണ് അവിടെ ഇരുന്ന് പൊങ്കാലിട്ടുകൊണ്ടിരിക്കുന്നത്. ചിപ്പി മാത്രമല്ല, കുറച്ച് ഫേമസ് ആയിട്ടുള്ള കുറേ സീരിയൽ നടിമാർ വന്ന് അവിടെ പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എല്ലാവരുടെയും മെയിൻ ഒരു അട്രാക്ഷനായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത് നമ്മുടെ ചിപ്പി ചേച്ചി തന്നെയായിരുന്നു. മതിലിൻ്റെ മേലെ ചാടിക്കയറി നിന്ന് ഞാൻ പകർത്തിയ ദൃശ്യങ്ങളാണ് ഗൈസ് ഇത്. പേരറിയാത്ത കുറേ നടിമാരൊക്കെ ഞാൻ അവിടെ കണ്ടിരുന്നു. സീരിയൽ നടിമാരാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പേര് മനസ്സിൽ വരാത്തത്. സീരിയൽസ് അധികം കാണാറില്ല. കഴിഞ്ഞ വർഷത്തിനേക്കാളും ഈ വർഷം ആൾക്കാരുടെ ഇൻഫ്ലോ എങ്ങനെയാണ്, കൂടുതലാണോ കുറവാണോ? ലാസ്റ്റ് ഇയറിനെക്കാട്ടി ഭയങ്കര കൂടുതലാണ്. ലാസ്റ്റ് ഇയറൊക്കെ നമ്മളൊരു രാവിലെ ഒരു മോർണിംഗ് 6-നൊക്കെ വന്നാൽ നമുക്ക് സ്പേസ് കിട്ടും ഇരിക്കാൻ. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയല്ലായിരുന്നു. ലാസ്റ്റ് ഇയർ വെച്ച് നോക്കുമ്പോൾ ഇന്നലെ തൊട്ടേ ആൾക്കാർ ഉച്ച തൊട്ടേ ഈസ്റ്റ് പോട്ട് അങ്ങനത്തെ ഏരിയാസിലൊക്കെ എല്ലാം ഒക്യുപ്പൈഡ് ആയി. ഇന്ന് രാവിലെ വന്നപ്പം കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് 30 lakhs ആയിരുന്നു 13. ഈ പ്രാവശ്യം അത് 25-ന് മുകളിൽ പോയെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ കൗണ്ട് കീപ്പ്, എങ്ങനെയാണ് രജിസ്ട്രേഷൻ ഓരോ ഏരിയ നിന്ന് അവർക്ക് കിട്ടും. ഇത്ര പേരെന്ന് വെച്ച് അവരൊരു ഓൾമോസ്റ്റ് ഒരു ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. ഈ ഏരിയയിലെ പോപ്പുലേഷൻ വെച്ച് ഇന്ന ഇത്ര ഏരിയയിൽ ആൾക്കാർ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത്. ഇനി നമുക്ക് കുറച്ചൊന്ന് പിറകോട്ട് സഞ്ചരിച്ച് ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് അറിയാം. ആറ്റുകാലമ്മയായിട്ട് അറിയുന്നത് ദ്രാവിഡ ദേവതയായിട്ടുള്ള കാളിരൂപമാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ ചിലപ്പതികാരത്തിലെ കണ്ണകീടിയും കോവലിൻ്റെയും കഥ? അതുതന്നെ. കാവേരി പൂപ്പട്ടണത്തിലെ ഒരു ധനികനായ പ്രമാണിയുടെ മകളായിരുന്നു ഈ കണ്ണകി. അവൾക്ക് വിവാഹപ്രായമായപ്പോൾ കുറേ സമ്പത്തൊക്കെ കൊടുത്ത് കോവലനെ വിവാഹം ചെയ്തു കൊടുത്തു. കോവലൻ കുറച്ചൊക്കെ കഴിഞ്ഞപ്പം മാധവി എന്നുള്ളൊരു നർത്തകിയായിട്ട് അടുപ്പത്തിലായി. അവരുടെ സമ്പത്തെല്ലാം കൊണ്ട് ഈ മാധവിക്ക് കൊടുത്തു. കുറേ കഴിഞ്ഞ് സമ്പത്തെല്ലാം തീർന്നപ്പോൾ മാധവി കോവലനെ അങ്ങ് പുറത്താക്കി. തിരിച്ച് കോവലൻ കണ്ണകിയുടെ അടുത്ത് ചെന്നപ്പോൾ പതിവ്രതയും പവിത്രയായ കണ്ണകി കോവലനെ സ്വീകരിച്ചു. എന്നാലും സമ്പത്തെല്ലാം തീർന്നിരുന്നല്ലോ.
അപ്പോൾ കണ്ണകിയുടെ പവിഴം നിറച്ച ഒരു ചിലമ്പ് കോവലന് കൊടുത്തു. കോവലൻ അതും കൊണ്ട് മധുരയ്ക്ക് യാത്രയായി. അത് വിറ്റ് കാശാക്കാൻ കോവലൻ ചെന്നെത്തിയത് ഒരു വലിയ ട്രാപ്പിലോട്ടായിരുന്നു. ഇവർ ഈ ചിലമ്പ് വിൽക്കാൻ എത്തിയത് കൊട്ടാരം തട്ടാൻ്റെ അടുത്താണ്. ഈ തട്ടാനാണെങ്കിലോ ഭൂലോക ഫ്രോഡ്. അവിടുത്തെ പാണ്ഡ്യരാജ്ഞിയുടെ ഇതേപോലുള്ളൊരു ചിലമ്പ് മോഷ്ടിച്ചെടുത്ത വിദ്വാനായിരുന്നു ഈ തട്ടാൻ. അങ്ങനെ രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ച് കോവലനാണ് രാജ്ഞിയുടെ ഈ ചിലമ്പ് കട്ടെടുത്തതെന്ന് ഇയാൾ വരുത്തി തീർത്തു. രാജാവാണെങ്കിൽ കോവലനെ ഈ പേരും പറഞ്ഞ് വധിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ കണ്ണകി അവിടേക്ക് കോപത്തിൽ വന്നെത്തി. എന്നിട്ട് ഇവളുടെ മറ്റേ ചിലമ്പുണ്ടല്ലോ അത് പ്രൂഫായിട്ട് വലിച്ചങ്ങെറിഞ്ഞു ഈ രാജകൊട്ടാരത്തിൽ. രാജാവിൻ്റെ മുമ്പിൽ അതിൻ്റെ ഉള്ളിലെ പവിഴങ്ങൾ തെറിച്ചു വീണു. രാജ്ഞിയുടെ ചിലമ്പിൻ്റെ ഉള്ളിൽ മുത്തുകൾ മാത്രമായിരുന്നു, ഇതിലാണെങ്കിൽ പവിഴങ്ങളും. അങ്ങനെ രാജാവിൻ്റെ തെറ്റ് മനസ്സിലായി. ആ ഒരു ഷോക്കിൽ അങ്ങേരെ അപ്പം തന്നെ വടിയായി. എന്നിട്ടും കണ്ണകിയുടെ കോപം അടങ്ങാത്തതുകൊണ്ട് കണ്ണകിയുടെ ഒരു മാറിയുടെ അവിടെ വലിച്ചെറിഞ്ഞ് മധുരയെ അഗ്നിക്കിരയാക്കാനായിട്ട് ശപിച്ചു എന്നാണ് കഥ. അങ്ങനെ ആ ഒരു കോപത്തിൽ മധുര കത്തിയ അമർന്നു എന്ന് ആണ് നമ്മൾ അറിഞ്ഞ ഒരു കഥ. ഇതിലെത്ര സത്യമാണ് എന്നൊന്നും നമുക്ക് അറിയില്ല. അത് കഴിഞ്ഞ് കണ്ണകി നേരെ ആറ്റുകാലെത്തിയെന്നും ഇവിടുത്തെ ഒരു മുല്ലവീട്ടിൽ തറവാട്ടിലെ പ്രമാണിക്ക് പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം ഇവിടെ കുടിയിരുത്തി എന്നുള്ളതൊക്കെയാണ് നമ്മൾ അറിഞ്ഞ ഒരു ചരിത്രം. ഇതിൽ എത്ര സത്യമാണ്, എത്ര ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ട് എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അറിയുന്നവർ തിരുത്തി തരാം. അങ്ങനെ നമ്മൾ അവിടെ പൊങ്കാലിടുന്ന കാഴ്ചയൊക്കെ കണ്ടിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു പ്രസാദം ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി അങ്ങനെയാണ് പറയാൻ തോന്നുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രസാദം നമ്മളവിടെ കുറച്ച് ചേച്ചിമാരൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ നമുക്ക് തന്നു. നല്ല അടിപൊളി ചേച്ചിമാരായിരുന്നു. ആക്ച്വലി തൃശ്ശൂരിൽ നിന്നുള്ളവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷമൊക്കെ എനിക്കുണ്ടായിരുന്നു. കുറേ നേരം അവരോടൊക്കെ സംസാരിച്ചിരുന്നു. അങ്ങനെ കമ്പനി ആയതിനു ശേഷമാണ് അവർ നമുക്ക് ഈ പ്രസാദമൊക്കെ തന്നത്. ഭയങ്കര ഒരു വൈബ്രൻറ്റ് ഫീലാണ് ആക്ച്വലി. കാരണം ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ ഇത്രയും നല്ലൊരു ഫെസ്റ്റിവൽ നടന്നിട്ട് എനിക്ക് ഇത്രയും നാളായിട്ട് അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം സ്പിന്നൂടെ കാരണം കൊണ്ടാണ് ഞാൻ ഈ ഫെസ്റ്റിവൽ കാണാൻ ആദ്യമായിട്ട് വരുന്നത്. ഞാൻ ഇവിടെ കാരണം കൊണ്ടാണ് ഞാനിതിന് വന്നത്. സ്പിന്നിന് വ്ളോഗ് എടുക്കണം പിന്നെ ഒരൊറ്റ കാരണത്താലാണ് നമ്മൾ ആറ്റുകാൽ പൊങ്കാല കാണാം എന്നൊരു ഡിസ്കഷൻ വന്നത്. എനിക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇത് എത്രത്തോളം വലുതാണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ തൃശ്ശൂരാണ് വലുതെന്ന് വിചാരിച്ച ഞാനത് മാറ്റി പറഞ്ഞു. പിന്നെ ന്യൂസിലൊക്കെ മാത്രമേ ആറ്റുകാൽ പൊങ്കാല വലിയായിട്ട് കേട്ടിട്ടില്ല. ഗിന്നസ് വേൾഡ് റെക്കോർഡുള്ള കാര്യമാണെന്ന് ഞങ്ങൾ പറഞ്ഞ സ്പിന്നു അറിയുന്ന ഞെട്ടിപ്പോയി. ഒരാഴ്ച മുന്നേ അതിൻ്റെ തിരക്ക് തുടങ്ങും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും അറിയണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, ഒരു ലൈഫ് എത്രയാണ് അതിന് ഒന്ന് മനസ്സിലായത്. പിന്നെ ഇവിടെ വന്നിട്ട് ഫീലിംഗ് ബ്ലെസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് ഇവിടെ കൊളുത്തുന്ന നേരം എന്താ കൊളുത്തുന്നത്, ചൂട്ട് കത്തിക്കുന്ന നേരം നമുക്ക് തന്നെ ഇവർ പുരവയൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ നമുക്ക് റൊമാൻറ്റിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്, രോമങ്ങളൊക്കെ പോകുന്നുണ്ട്. ഭയങ്കര ഒരു നമ്മൾ രണ്ടുപേരും ഇതധികം എക്സ്പീരിയൻസ് പുരവയിടുന്നതും അവരുടെ ഭക്തിയും ഒക്കെ ഭയങ്കര റെസ്പെക്ട്ഫുള്ളും ആയിട്ട് തോന്നുന്ന മൊമെന്റ്സ് ആയിരുന്നു ആക്ച്വലി. പൊങ്കാലൊക്കെ കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ഇതാണ്. പക്ഷെ ഇതെല്ലാം ഇന്ന് രാത്രി ആകുമ്പോഴേക്കും തന്നെ കോർപ്പറേഷൻ എല്ലാം വൃത്തിയാക്കും കേട്ടോ. അങ്ങനെ എല്ലാ ഒഴിഞ്ഞ പറമ്പുകളും സംഭവങ്ങളൊക്കെ കണ്ട് നമ്മളും തിരിച്ച് യാത്രയാക്കി. ഇനി നമുക്ക് വളരെ ദൂരം നടക്കാനുണ്ട്. ഒടുക്കത്തെ ചൂടാണ്. അങ്ങനെ നമ്മൾ പതുക്കെ നടന്നു തുടങ്ങി. ഒരു 4-5 കിലോമീറ്റർ ഉണ്ട് ഈ നമ്മുടെ സ്കൂട്ടി വെച്ച സ്ഥലത്തോട്ട്. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ മേയറിനെ കണ്ടായിരുന്നു. അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ആ പുരി വെയിലത്ത് നടക്കുകയാണ്. ഒടുക്കത്തെ ചൂടായിരുന്നു ഗൈസ്. പോകുന്ന വഴികളിലെല്ലാം നമ്മൾ കണ്ടത് കുറേ ജ്യൂസുകളും അല്ലെങ്കിൽ കുറേ പാനീയങ്ങൾ. വളരെ ചൂടാണല്ലോ, അപ്പോൾ അതൊക്കെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതുപോലെ കുറേ പാനീയങ്ങളൊക്കെ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കും കിട്ടി, നമ്മളും വാങ്ങി. അങ്ങനെ വഴിയിൽ വെച്ചിട്ട് ഷബാനയുടെ ഒരു മാമനെ കണ്ടുകൊണ്ട് നമ്മളെ സ്കൂട്ടി ഇരിക്കുന്ന സ്ഥലത്തോട്ട് നമ്മളാക്കി തന്നു. അതിന് ശേഷം അവിടെ നിന്ന് നടന്ന് നമ്മൾ സ്കൂട്ടിയുടെ അവിടെ എത്തി. സ്കൂട്ടിയിൽ കയറി. എന്നിട്ടും പറയാനായിട്ട്
കുറേ ഉണ്ട്. കാരണം ഫുള്ള് ബ്ലോക്കായിരുന്നു. കുറേ നേരം എടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ റൂമിൻ്റെ അവിടേക്ക് എത്തിയത്. കുറച്ച് കഷ്ടപ്പാടൊക്കെ സഹിച്ചിട്ടാണ് കണ്ടത് എന്നുണ്ടെങ്കിലും അതെല്ലാം വേർത്തായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ആ ഒരു തോന്നലിൻ്റെ പുറത്ത് തന്നെയാണ് ഞാൻ വന്നതും. അത് വെറുതെ ആയില്ല. ഇറ്റ് വാസ് സോ ഗുഡ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.